ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ അർജുൻ അശോകന്റെ തലവര എന്ന സൂപ്പർ ഹിറ്റ് മൂവിയുടെ കഥയാണ്. ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി എന്ന വിഭാഗത്തിൽ നമുക്ക് ഈ സിനിമയെ ഉൾപ്പെടുത്താം. ഒട്ടും ബോറടിക്കാതെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒരു കഥയാണിത്. സോ കൂടുതൽ നമുക്ക് പറയേണ്ട, നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫിലിം കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു മീഡിയക്കാരനെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഓരോ ആളുകൾ വെളിയിറങ്ങുമ്പോഴും സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഓരോ ആളുകളും അവരുടെ അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ കഥാനായകൻ ജ്യോതിഷ് വരുന്നത്. ഈ പുള്ളി മൈക്കുമായി നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ക്യാമറ കണ്ട പാടെ തന്നെ അവന്റെ മുഖം പൊത്തി അവൻ അവിടുന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ ലീവ് മേടിച്ചുകൊണ്ട് പോയ ജ്യോതിഷിനെ വഴക്ക് പറയുന്ന കടയുടെ ഓണറെയാണ്. അയാൾ പറയുന്നുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും സിനിമ കാണാൻ വേണ്ടി നീ ഇങ്ങനെ ലീവ് എടുക്കുമോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയും. ബട്ട് ജ്യോതിഷ് അതെല്ലാം ഉണ്ടാകുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ നിനക്ക് വല്ല സിനിമയിൽ അഭിനയിക്കാൻ പൊക്കൂടെയും ചോദിച്ചപ്പോൾ അയാൾ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ പോവും എന്ന് പറയുന്നുണ്ട്. ഇത് അയാൾക്ക് അത്ര പിടിച്ചില്ല. അയാൾ അന്ന് തന്നെ അവനെ അവിടുന്ന് പുറത്താക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ ജ്യോതിഷ് നേരെ വന്ന് ചാടുന്നത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. ഫ്രണ്ട്സ് അവനെ ജ്യോതിഷ് എന്നൊന്നുമല്ല വിളിക്കുന്നത്, പാണ്ഡ എന്നാണ് വിളിക്കുന്നത്. അവൻ്റെ മുഖത്തെ ഈ വെള്ള പാണ്ടുകൾ കാരണമാണ് അവരവനെ പാണ്ഡ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഓരോ ആൾക്കാർക്കും ഓരോ നിക്നെയിം അവർ കൊടുത്തിട്ടുണ്ട്. തൻ്റെ ജോലി പോയ കാര്യം അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇതൊരു പുതിയ കാര്യമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നു. അതിനുശേഷം ഒരാൾ ചോദിക്കുന്നു, ചേട്ടാ എന്തായാലും ജോലി പോയതല്ലേ, 2 ഫോണിങ് എടുത്തിട്ട് വരാറുന്നില്ലേ എന്ന്. ഒരു മൊബൈൽ സ്റ്റോറിലായിരുന്നു ജ്യോതിഷ് വർക്ക് ചെയ്തിരുന്നത്. അവൻ പറയുന്നതാണ്, ഫോണൊക്കെ പോയ ആളുകൾ കണ്ടുപിടിക്കും, അതുകൊണ്ട് ഞാൻ 2 ഹെഡ്സെറ്റാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്സെറ്റ് അവൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ശേഷം അവരെല്ലാം കൂടെ ജ്യോതിഷിനെ അവൻ്റെ വീട്ടിലേക്ക് വെക്കാൻ അങ്ങോട്ടേക്ക് പോകും. അവിടെ ചെല്ലുമ്പം ജ്യോതിഷിൻ്റെ അമ്മ ആശ അവനെ നോക്കി നിൽക്കുകയാണ്. അവനെ കുറേ തവണ ഫോൺ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അവൻ്റെ അനിയത്തി മിൽക്കി ബാർ മേടിക്കാനെന്ന് പറഞ്ഞാൽ അടുത്തുള്ള കുട്ടിയുടെ സൈക്കിളുമായിട്ട് പോയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അനിയത്തിയുടെ പേര് ജ്യോതി എന്നാണ്. സോ ആ സൈക്കിൾ പോയ കുട്ടിയും അവിടുന്ന് കരയുന്നുണ്ട്, എൻ്റെ സൈക്കിൾ ഇല്ലാതെ എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ ഇവൻ്റെ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് അവൻ ഇത്രയും തവണ ഫോൺ എടുക്കാഞ്ഞിട്ട്. അവസാനം അവനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ പരിസരത്ത് പോയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ജ്യോതിയുടെ അച്ഛൻ കണ്ണപ്പ ആ കടയിൽ പോയി ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾ ഇവിടെ വന്നോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞ് അയാൾ ടെൻഷൻ അടിക്കുന്ന സമയത്താണ് അവിടെ ടി വിയിൽ രജനീകാന്തിൻ്റെ ഒരു സിനിമ കാണുന്നത്. അപ്പോൾ അയാൾ ആ കടക്കാരിയോട് പറയും, ആ മോളി ഒന്ന് ഇച്ചിരി കൂട്ടിക്ക്, ഞാനതൊന്ന് കാണട്ടെ എന്ന്. അങ്ങനെ അയാൾ മോള് പോയ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് സിനിമ കണ്ട് എൻജോയ് ചെയ്യുകയാണ്. പിന്നീട് പാട്ടും പാടി വീട്ടിലേക്ക് പോകും. ഈ ടൈമിലാണ് ജ്യോതിഷിൻ്റെ ഫ്രണ്ട് വന്ന് പറയുന്നത്, നിന്റെ അനിയത്തി ജ്യോതി ഗണേഷിൻ്റെ വീട്ടിലുണ്ട്, അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജ്യോതിഷും അവൻ്റെ അമ്മയും എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. അവർ എത്രയും വേഗം ഗണേഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ജ്യോതിഷിൻ്റെയും നമ്മുടെ ഗണേഷിനെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. വീട്ടുകാരറിയാതെയാണ് അവൾ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചത്. ഇതറിഞ്ഞ് വന്നിട്ട് അവളുടെ അമ്മ അവിടെ ആകെ അലമ്പാക്കുന്നുണ്ട്. അവിടെ നിന്ന് വടിയെടുത്ത് അവളെ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കല്ലുമൊക്കെ വലിച്ചെറിയാൻ നോക്കുന്നുണ്ട്. അത് നമ്മുടെ ഓട്ടോ ഡ്രൈവറായ ഗണേഷിൻ്റെ ഓട്ടോയിൽ ചെന്നിട്ടാണ് അടിച്ച് വീഴുന്നത്. അക്രമാസക്തിയെ ആശയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജ്യോതി അവരുടെ വീട്ടുകാരെല്ലാം കൂടെ അകത്ത് കയറി ഗേറ്റ് ലോക്ക് ചെയ്യുന്നു. സോ പിന്നീട് അപ്പുറം ഇപ്പുറം നിന്നാണ് അവർ സംസാരിക്കുന്നത്. ആശ ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ, ഈ അസുഖക്കാരൻ വയ്യാത്തവനെ മാത്രം കിട്ടിയുള്ളൂ എന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ മാത്രം തീരുമാനമാണ്, ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലാന്ന്. നാട്ടുകാരിൽ ഒരുത്തരും പറയുന്നുണ്ട്, അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞല്ലോ, അപ്പോൾ എന്തായാലും അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ അവൾക്ക് അവകാശമുണ്ടെന്ന് പറയും. ഈ ടൈമിലാണ് കണ്ണപ്പ പാട്ടൊക്കെ പാടി വരുമ്പോഴത്തേനും ഇവിടെ ബഹളം നടക്കുന്നത്. സോ നമ്മുടെ അനിയത്തി പറയുന്നുണ്ട്, ഇത് എൻ്റെ താല്പര്യത്തിലാണ്, ഇവരെ ആരെയും നിങ്ങൾ കുറ്റം പറയേണ്ട എന്നൊക്കെ പറയും. അങ്ങനെ അമ്മയോട് എതിർത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ജ്യോതിഷ് അതിൽ കയറി ഇടപെടുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എടാ നിന്നെയും നമ്മുടെ വീടിനെ കണ്ട് ആരെങ്കിലും എനിക്ക് കല്യാണ ആലോചന കൊണ്ടുവരും നീ തോന്നുന്നുണ്ടോ എന്ന്. ഇത് കേൾക്കുമ്പോൾ അവർ അവിടുന്ന് മിണ്ടാതെ പോകുന്നുണ്ട്. മാത്രമല്ല കണ്ണപ്പയും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. കണ്ണപ്പയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, സിനിമാ നാടകം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നടക്കുകയാണ്. ആശയാണെങ്കിൽ ഓരോരോ വീടുകളിൽ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് അത് മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന ജോലിയാണ്. നമ്മുടെ ജ്യോതിഷിൻ്റെ ജോലി ഇപ്പോൾ ഓൾറെഡി പോയല്ലോ. സോ അങ്ങനെയൊക്കെയാണ് വീട്ടിലെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇഷ്ടം തോന്നിയ ആളുടെ കൂടെ അവൾ ഇറങ്ങിപ്പോയി. ഈ ഗണേഷ് നമ്മുടെ ജ്യോതിഷിൻ്റെ ഫ്രണ്ടായിരുന്നു. സോ അവൻ പറയുന്നുണ്ട്, നിന്റെ ഒറ്റ ഫ്രണ്ട്സിനെ ഇനി എൻ്റെ വീടിൻ്റെ പരിസരത്ത് കണ്ടേക്കരുതെന്ന്. ആരാണ് എപ്പോഴാണ് പണിതരുന്നത് എന്ന് പറയാനാവില്ല എന്ന്. ജ്യോതിഷ് നമ്മുടെ ഗണേഷിന് ഒരു പ്രത്യേക നോട്ടം നോക്കിയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗണേഷും ജ്യോതി അകത്ത് കയറിപ്പോകും. ജ്യോതിഷിൻ്റെ ഒരു കൂട്ടുകാരന് പെട്ടി ഓട്ടോയിൽ പച്ചക്കറി വിൽക്കുന്ന ജോലിയാണ്. രാവിലെ ആയി കഴിഞ്ഞാൽ ആശാമയും തൻ്റെ വണ്ടിയും എടുത്തിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് അവരും പോകും. ഈ ടൈമിൽ നമ്മുടെ ജ്യോതിഷ് പുതിയൊരു ജോലി അന്വേഷിച്ച് ഒത്തിരി ആളുകളുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നതും വേസ്റ്റ് കളക്ട് ചെയ്തുമൊക്കെ അവൻ്റെ മനസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവനാൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ തന്നെയാണ്. ഒത്തിരി ഷോപ്പുകളിൽ പോയി സെയിൽസ്മാൻ്റെ ഒഴിവ് ചോദിക്കുന്നുണ്ടെങ്കിലും കുറേ റിജക്ഷനാണ് അവന് നേരിടേണ്ടി വരുന്നത്. അവസാനം ഒരു സൂപ്പർ മാർക്കറ്റിൽ അവന് ജോലി ലഭിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഫോട്ടോ എടുക്കാനായി ഫ്രണ്ട്സ് എല്ലാം വരെ നിർബന്ധിച്ച് സ്റ്റേജിൽ കയറുന്നതാണ്. സ്റ്റേജിൽ കയറി ക്യാമറയിലോട്ട് നോക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോകുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു പ്രഷർ കാരണം അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ആ ഫോട്ടോ കൈ കിട്ടി കഴിയുമ്പോൾ അവനത് സൂം ഇൻ സൂം ഔട്ട് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ ഫേസ്. തൻ്റെ മുഖത്തെ ഈ പാടുകൾ അല്ലെങ്കിൽ ദേഹത്തുള്ള ഈ പാടുകളൊക്കെ അവനെ വളരെ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറ കാണുന്നത് അവന് വളരെ ടെൻഷനാണ്. ഈ ടൈമിലാണ് ഇവരുടെ ഗ്യാങ്ങിലെ കിളവൻ വണ്ടിയിൽ വരുന്നത്. കിളവൻ എന്നുള്ള നിക്നെയിമാണ്, കാരണം അവൻ്റെ മുടി കംപ്ലീറ്റ് നരച്ചിരിക്കുകയാണ്. പക്ഷേ ഈ തവണ അവൻ വരുന്നത് മുടി ഫുള്ള് ഡൈ ചെയ്ത് ഒരു സൂപ്പർ സ്റ്റാർ ലുക്കിലാണ്. ഇവിടെ ഫ്രണ്ട്സ് എല്ലാം മന്ദം വിട്ട് അവനെ നോക്കിയിരിപ്പുണ്ട്. അവന് മൊത്തത്തിലൊരു ചേഞ്ച്. മര്യാദയ്ക്കൊന്ന് കുളിക്കാത്ത നീ എന്തിനാണ് കുളിച്ച് കുട്ടപ്പനായി ഡൈ ഒക്കെ ചെയ്ത് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്നു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, പ്ലംബർ വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, വീട്ടിൽ ആ പണി നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്തൊന്ന് സ്കൂട്ടാവാനായി നോക്കുന്നുണ്ട്.
ഈ ടൈമിൽ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് വന്ന പുതിയ ആ വീട്ടിലെ പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കിളവൻ ഞെട്ടിപ്പോകുന്നു. അവർ ചോദിക്കുന്നു, നീ ഇതെങ്ങനെ അറിഞ്ഞു? എടാ, നീ തന്നെയല്ലേ നിന്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നതെന്ന്. നമ്മുടെ കിളവൻ അവൻ്റെ ഫോണിൽ വെണ്ണൈത്താണ്ടിപരമായ സ്റ്റാറ്റസ് പോലെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. സോ അതിൽ നിന്ന് തന്നെ അവരുടെ കൂട്ടുകാർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് അവരെ ഒറ്റയ്ക്ക് വിടാതെ അവൻ്റെ ബൈക്കിൽ ഇവരുടെ ഫ്രണ്ട്സ് എല്ലാം കയറിപ്പോകുന്നുണ്ട്. നമ്മുടെ ജ്യോതിഷിനെ പാണ്ഡെ വിളിക്കുന്നുണ്ട്. പക്ഷെ പാണ്ഡെ വരുന്നില്ല. അവൻ പറയുന്നത് എനിക്ക് വേറെ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ജോലിയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ കിളവൻ്റെ വീടിൻ്റെ മുകളിൽ വാടകക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അമ്മ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. സോ അവരുടെ ലോഡ് എങ്ങനെ വെള്ളം എന്ന് ആലോചിച്ച് കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. കാരണം 10,000-10,000 രൂപയെങ്കിലും ആളുകൾക്ക് കൊടുത്താലേ ഇത്രയും ലോഡ് താഴെ ഇറക്കുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കിളവൻ പറയും, 1 രൂപ പോലും തരണ്ട, ഞങ്ങൾ ഇത് ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് പോയി ആ ഫുൾ ലോഡ് ഇറക്കി മേളിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇതൊക്കെ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും വളയ്ക്കാം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ചുമടെല്ലാം താങ്ങി മോളിൽ ചെല്ലുമ്പോൾ എല്ലാവരും ആ പെൺകുട്ടിയെ അന്വേഷിക്കുകയാണ്. അവളുടെ പേര് സന്ധ്യ എന്നാണ്. സന്ധ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയിരിക്കുകയെന്ന് പറയാം. ഈ ടൈമിൽ ജ്യോതിഷ് തിരിച്ച് സ്റ്റോറിൽ വന്നിരുന്നു. സ്റ്റോറിൽ വരുമ്പോൾ അവിടെയുള്ള ആൾ ചോദിക്കുന്നുണ്ട്, ഇന്ന് ഇപ്പോൾ കമ്പനിക്കാരൊന്നും കൂടെ വന്നില്ലേ എന്ന്. അപ്പോൾ പറയുന്നു, കിളവൻ്റെ വീടിൻ്റെ മുകളിൽ ആരാണ്ട് വാടകയ്ക്ക് വന്നിട്ടുണ്ട്, അവിടെ ഒരു പെൺകൊച്ചുണ്ട്, അതുകൊണ്ട് അവന്മാരെല്ലാം അവളെ കാണാൻ പോയേക്കുക. അപ്പോൾ നീ പോയില്ലെന്ന് ചോദിക്കുമ്പോൾ പറയും, അവൾ എൻ്റെ ടൈപ്പല്ല, അവളൊരു നാഗവല്ലി ടൈപ്പാണ്, അതുകൊണ്ട് ഞാനങ്ങ് പോയില്ല എന്ന് പറയും. ആക്ച്വലി ഇവൻ അവളെ കണ്ടിട്ട് പോലും ഇല്ല. പെൺകുട്ടികളെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അവൻ കള്ളം പറയുന്നതാണ്. ആ ടൈമിൽ സന്ധ്യ സാധനങ്ങൾ മേടിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അവളതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അവൾ അത് അറിയാത്ത ഭാവത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. ആ ടൈമിലാണ് പേയ്മെൻറ്റ് UPI വഴിയാണ് അവൾക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ബട്ട് അവിടെ അവർക്ക് കാർഡോ അല്ലെങ്കിൽ ക്യാഷായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തന്നെ നാഗവലി എന്ന് വിളിച്ച ദേഷ്യം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ UPI ചെയ്യാൻ പറ്റില്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ ദേഷ്യപ്പെട്ട, എന്നാൽ ഞാൻ പോയി കാശ് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോകുന്നു. ആ ടൈമിൽ അവൻ പറയുന്നു, അയ്യോ പോവല്ലേ അക്ക, ഇതെല്ലാം ഞാൻ അല്ലാതെ റീപേ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് അക്ക എന്നെ ഇതിൽ ചെയ്തെന്ന് പറഞ്ഞ് UPI കൊടുക്കുന്നു. അപ്പോൾ പറയുന്നു, ഇവിടുത്തെ ഓണറിന് ഇത് UPIയിൽ ഡയറക്റ്റ് പേ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ എന്തൊക്കെ പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വന്ന് അവൾ പെട്ടെന്ന് ഇറങ്ങിപ്പോകാനായിട്ട് നോക്കുമ്പോൾ അവിടെ തല ചെന്നിട്ട് ആ ഗ്ലാസ്സിൽ ചെന്ന് അടിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ ഡോറുള്ള കാര്യം അവൾ ശ്രദ്ധിച്ചില്ല. ആ മാഡം ഓടി വന്ന് അവളെ പിടിച്ചിരുത്തിയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജ്യോതിഷിൻ്റെ അടുത്ത് പറയുന്നു, നീ ഈ സാധനങ്ങളെല്ലാം ഹോം ഡെലിവറി ആയിട്ട് അവളുടെ വീട്ടിൽ പോ, എന്നിട്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ട് വാങ്ങിയിട്ട് വരാൻ പറയുന്നു. ജ്യോതിഷ് അങ്ങനെ സാധനങ്ങളെല്ലാം അവൻ്റെ ഡെലിവറി ഓട്ടോയിൽ കയറ്റിയിട്ട് അവളെ കൊണ്ടുപോകാനായി തീരുമാനിക്കും. ഓട്ടോയിൽ കയറിയിട്ട് അവൻ ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ ആ ലൊക്കേഷൻ തന്നെയാണെന്ന്. അപ്പോൾ അവൾ ഇങ്ങനെ അന്തം വിട്ട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, എടാ നാഗവല്ലിയുടെ വീടാടാന്ന് പറയുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇതാണ് ആ വീട്ടിൽ വാടകയ്ക്ക് വന്ന പുതിയ പെൺകുട്ടിയെന്ന്. അങ്ങനെ ഡെലിവറി സാധനങ്ങളൊക്കെ ആയിട്ട് അവൻ നേരെ സന്ധ്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ജ്യോതിഷിൻ്റെ ഫ്രണ്ട്സ് ചുമടെല്ലാം താങ്ങി ക്ഷീണിച്ച് പാരവശരായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓട്ടോയിൽ നമ്മുടെ സന്ധ്യയുടെ വരവ്. സന്ധ്യയെ കാണുമ്പോൾ തന്നെ അവരുടെ ക്ഷീണം എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ഈ ജ്യോതിഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവന്മാർക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണെന്നുള്ള രീതിയിൽ. ഈ ടൈമിൽ ജ്യോതിഷിൻ്റെ അടുത്ത വീട്ടിലുള്ള പെൺകുട്ടി UK പോവുകയാണ്. അവളുടെ മാരേജ് ആയിരുന്നു റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിരുന്നത്. സോ അവിടെ പോയി ജോലി കിട്ടിയതിന് ശേഷം അവളുടെ ഹസ്ബൻഡിനെയും കൊണ്ടുപോകും. ഈ കഥ കേട്ടിട്ട് ജ്യോതിഷിൻ്റെ അമ്മ ആശ വന്ന് അവൻ്റെ അടുത്ത് പറയുന്നു, നീയും ഇങ്ങനെ വല്ലതും നോക്കാൻ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്നെ വല്ല നേഴ്സിനെ കൊണ്ട് കെട്ടിക്കാൻ. അപ്പോൾ പറയുന്നു, എടാ നിനക്ക് ജോലി കിട്ടുന്ന കാര്യമാണ് ഞാൻ നോക്കാൻ പറയുന്നതെന്ന്. നിൻ്റെ അച്ഛനൊരു ഗൾഫുകാരനായതുകൊണ്ടാണ് ഞാൻ അയാളെ കല്യാണം കഴിച്ചത്. പക്ഷേ സിനിമാ പ്രാന്തെന്ന് പറഞ്ഞാൽ അയാൾ പിന്നീട് ജോലിക്ക് പോയില്ല. എത്ര നാളെന്ന് വെച്ചാണ് ഈ പട്ടിക്കൂട്ടിനകത്ത് ജീവിക്കുന്നത്, നിനക്ക് നല്ലൊരു വീടൊക്കെ വേണ്ടതെന്ന് പറയുന്നു. സോ ഈ റിയാലിറ്റി ഒക്കെ ആക്ച്വലി ജ്യോതിഷിന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും അവന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ്. ആ വീട്ടിൽ ആകെയുള്ളത് ഒരു ഫാനാണ്. ആ ഫാൻ നടുക്ക് വെച്ചിട്ട് അവിടെ ഒരു ചെറിയ തുണി വിരിച്ചിട്ടാണ് ആ 2 റൂം സെപ്പറേറ്റ് ചെയ്ത് ഇവരെല്ലാം കിടന്നുറങ്ങുന്നത്. രാത്രിയിൽ ഒത്തിരി നേരം അമ്മ പറഞ്ഞെല്ലാം ആലോചിച്ച് കൂട്ടിയ നമ്മുടെ ജ്യോതിഷ് അടുത്ത ദിവസം തന്നെ ഒരു ഏജൻസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട്. സോ അവിടെ ചെന്നിട്ട് അവൻ പെട്ടെന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ആ ഏജൻസിയുടെ ഓണർ വന്നിട്ട് നമ്മുടെ ജ്യോതിഷിനെ വന്ന് അകത്തേക്ക് കയറ്റുകയാണ്. അകത്ത് ചെല്ലുമ്പോൾ ആരാണ് അവിടെ ഇരിക്കുന്നത്? നമ്മുടെ സന്ധ്യ അവിടുത്തെ ന്യൂ ജോയിയാണ്. സോ സന്ധ്യയുടെ അടുത്ത് അതിൻ്റെ ഓണർ പറയുന്നുണ്ട്, നിൻ്റെ ആദ്യത്തെ കസ്റ്റമറാണ്, നിൻ്റെ ആദ്യത്തെ ദിവസമാണ്, അതുകൊണ്ട് നീ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഓണർ അകത്തേക്ക് പോകുന്നു. നമ്മുടെ അക്കയെ കണ്ട ഒരു ഞെട്ടലിൽ നമ്മുടെ ജ്യോതിഷം അവിടെ ഇരിക്കുകയാണ്. സോ അവൾ പറയുന്നു, ഗുഡ് ഈവനിങ് സാർ, ഏത് കോഴ്സാണ് സാർ പഠിച്ചത്, ഏത് കോഴ്സിലേക്കാണ് നോക്കുന്നത്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് വയ്ക്കുമ്പോൾ ആക്ച്വലി അവൾക്ക് മനസ്സിലാവും ജ്യോതിഷിന് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാന്ന്. സോ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, സോ നിങ്ങളെല്ലാം പറഞ്ഞു തരും എന്നാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ട ആൾ പറഞ്ഞതെന്ന് പറയും. നിങ്ങൾ BCom ആണല്ലോ കംപ്ലീറ്റ് ചെയ്ത്, സോ നമുക്ക് എന്തായാലും MBA നോക്കാം, അത് 2 വർഷത്തെ കോഴ്സാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതൊക്കെ ഓക്കെ, ഇതിനെല്ലാം കൂടെ എത്ര രൂപയാവും ചോദിക്കുമ്പോൾ 20 ലക്ഷം രൂപ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ അവൻ ചാടി എഴുന്നിട്ട് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അകത്തുനിന്ന് ആ ഓണർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവൾ പറയും, നിങ്ങളവിടെ ഇരിക്കുക, അത്രയും രൂപയൊന്നും അടയ്ക്കേണ്ട വരില്ല, ഇതിൽ ലോണെല്ലാം സെറ്റാക്കി തരാം, ആദ്യം ഒരു 9 ലക്ഷം രൂപയുടെ ആവശ്യമേ വരുള്ളൂ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ പിന്നെ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരിൽ ഭൂമിയോ വീടോ എന്തെങ്കിലും കൊണ്ടുവന്നു? ആ വീടുണ്ടല്ലോ, അപ്പോൾ വീട് വെച്ച് നമുക്ക് 9 ലക്ഷം രൂപ നോക്കാമെന്ന് പറയുമ്പോൾ അവർ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ വെളിയിൽ നിന്ന് നോക്കുന്നുണ്ടായി, അത് നടന്നില്ലേ, ഇവളെ കൊണ്ട് കൊള്ളില്ലേ എന്നുള്ള രീതിയിൽ. അടുത്ത ദിവസം കാണിക്കുന്നത് അവരുടെ ആ ലൊക്കാലിറ്റിയിലെ ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. നമ്മുടെ ജ്യോതിഷിൻ്റെ അച്ഛൻ കണ്ണപ്പയും അവിടെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. ജ്യോതിഷിൻ്റെ അമ്മ ആശയും അതുപോലെ ജ്യോതിഷും അയാൾ അവിടെ മറന്നു വെച്ച് ഒരു ഉപ്പി ചോരയുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോക്കൂടെ എന്ന്. അപ്പോൾ അയാൾ പറയുന്നു, ഒരു അഭിനയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് ഞാനങ്ങ് ജീവിച്ചു പോകും, എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന്. ഈ സമയത്ത് ജ്യോതിഷിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ കനലിൽ കൂടെ നടന്നിട്ട് കാവടി എടുക്കുന്നുണ്ട്.
ഇത് കാണാൻ നമ്മുടെ സന്ധ്യയും സന്ധ്യയുടെ വീട്ടുകാരും അതുപോലെ ജ്യോതിയുടെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർ ഒക്കെ നിൽപ്പുണ്ട്. ജ്യോതി അവളുടെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത്. സോ അവൾ നോക്കുമ്പോൾ അവളുടെ അമ്മയും ഫ്രണ്ട്സും ഒക്കെ താഴെ നിന്നിട്ട് അവർക്ക് ഇതൊന്നും കാണാതെ പറ്റാതെ ബുദ്ധിമുട്ടുകയാണ്. ജ്യോതി അവിടെ വന്നിട്ട് ആശയെ വിളിക്കുന്നുണ്ട്. ആശയല്ല, ആശയുടെ കൂടെ നിൽക്കുന്നവരെ അയൽക്കാരെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ വാ ചേച്ചി, ഇവിടെ നിന്ന് നല്ലപോലെ കാണാമെന്നൊക്കെ. പക്ഷേ ആശ പോകുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ജ്യോതി ചിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. അവൾ ചിരിക്കുന്നത് ആക്ച്വലി അവളുടെ ഫ്രണ്ടിനെ നോക്കിയാണ്. അപ്പോൾ ഇവർക്കത് ഫീൽ ചെയ്യുന്നത്, ഓ അവർക്ക് വീടിൻ്റെ ടെറസുണ്ട്, ടെറസിൻ്റെ മുകളിൽ നിന്ന് കാണാം, അവർക്ക് വീടുണ്ടെങ്കിൽ എല്ലാം ആയെന്നാണ് അവളുടെ വിചാരം. നീ എന്തായാലും ഒരു 2 നില വീട് വെക്കണം ഇവിടെ എന്നൊക്കെ ജ്യോതിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ജ്യോതിഷ് ഞെട്ടിപ്പോകുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ തൽക്കാലം കാവടിയാട്ടം കണ്ടാൽ പോരെ, എന്നാൽ നമുക്കത് അപ്പുറത്തെ വീടിൻ്റെ മുകളിൽ പോയി നിൽക്കാമെന്ന് പറയും. പക്ഷേ ആശ അതിലൊന്നും സമ്മതിക്കില്ല. അപ്പോൾ പറയും എനിക്ക് കണ്ടവൻ്റെ വീട്ടിലും മുകളിലൊന്നും കയറി നിൽക്കേണ്ടെന്ന് പറയും. അപ്പോൾ ജ്യോതിഷ് ഒരു ബുദ്ധി തോന്നിയിട്ട് അവരവിടുത്തെ JCBയുടെ ആ ഒരു മണ്ണ് കോരുന്ന ആ സ്ഥലത്ത് കയറി നിർത്തിയിട്ട് ആ ഡ്രൈവറിൻ്റെ അടുത്ത് പൊക്കാൻ പറയും. സോ ആ ഏരിയയിൽ ഏറ്റവും പൊക്കത്തിൽ നിന്ന് തന്നെ ഇവർ ആ കംപ്ലീറ്റ് പരിപാടി കാണുകയാണ്. ഇത് കണ്ട് നമ്മുടെ കണ്ണപ്പയും ജ്യോതിയും നമ്മുടെ കാവടി എടുക്കാൻ വന്നിരിക്കുന്ന ആളുകളും നമ്മുടെ ജ്യോതിഷിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും മകളുടെ മുന്നിൽ നിന്ന് തന്നെ അവരെക്കാളും പൊക്കത്തിൽ തന്നെ ആ കാവടിയാട്ട പരിപാടികളെല്ലാം കാണുകയാണ്. കണ്ണപ്പ സ്റ്റേജിൽ കയറി നല്ല അഭിനയം തകർത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ കിളവൻ നമ്മുടെ പാണ്ഡ്യയുടെ അടുത്ത് പറയും, എടാ നീ പോയി ആ സന്ധ്യയുടെ അടുത്ത് പറയണം, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്ലിൽ കൂടെ ചവിട്ടി ഈ വഴിപാട് ചെയ്തതെന്ന്, എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നീ പോയി സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ പാണ്ഡ സമ്മതിക്കുമൊക്കെ ഞാൻ പോകാമെന്ന് പറയും. ഈ ടൈമിൽ ഓരോ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കയ്യിലെടുത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സന്ധ്യ. അപ്പോൾ ഒരു കടക്കാരൻ അവളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. മേടിക്കുന്നെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ ഇട്ടിട്ട് പോവുക ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ തിരിഞ്ഞു വരുമ്പോഴാണ് പാണ്ഡെ കാണുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അന്ന് ഇറങ്ങി ഓടിയത്? അപ്പോൾ പറയും, എനിക്ക് 9 ലക്ഷം രൂപ കിട്ടുന്ന ലോൺ വെച്ചാൽ കിട്ടുന്ന വീടൊന്നും എൻ്റെ പക്കലില്ല, അതുകൊണ്ട് കാര്യം നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോയതെന്ന് പറയും. അപ്പോൾ അവൾ പറയുന്നു, അങ്ങനെയല്ല, ഇതിനൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ നാളെ എന്തായാലും ഒരു ഫോട്ടോയുമായി അവിടേക്ക് വരാൻ പറയും. അങ്ങനെ അവനത് സംബന്ധിച്ച് തിരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കിളവൻ പറയുന്നുണ്ട്, എടാ നീ ചോദിക്കടാന്ന്. ആ ടൈമത്ത് അക്കെ എന്ന് വിളിക്കുമ്പോഴത്തേനും ആക്ച്വലി അവളൊരു ഭദ്രകാളിയുടെ മുഖം പോലെ ആകുകയാണ്. കാരണം അവൾക്ക് അത്ര പ്രായക്കൂടുതലൊന്നും ഇല്ലല്ലോ, പിന്നെ എപ്പോഴും അക്കാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്, നിങ്ങൾ തമ്മിൽ സെറ്റാവില്ലെന്ന് അറിയാം, എന്നിട്ടും അവൻ എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അവൾ ചോദിക്കും, നീ ആരുടെ കാര്യമാണ് പറയുന്നത്? അല്ല, എൻ്റെ ഫ്രണ്ട് ആ കിളവനും നിങ്ങളും തമ്മിൽ സെറ്റായി പോകില്ലെന്ന് അവനറിയാം, പിന്നെ അവൻ പറയുന്നത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് കടലിൽ കൂടെ നടന്നതെന്നൊക്കെ. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാവും. അവൻ പറഞ്ഞു വിട്ടിട്ടാണ് ഈ ജ്യോതിഷ് ഇതെല്ലാം വന്ന് പറയുന്നതെന്ന്. മലരിനെ പോലെ ഇരിക്കുന്ന അക്കയും അവനും തമ്മിൽ എങ്ങനെ ചേരാനാണ് എന്ന് നമ്മളെ ജ്യോതിഷ് പറയുന്നത്. അന്ന് നിങ്ങൾ എന്നെ നാഗവല്ലി എന്നല്ലേ വിളിച്ച്, പിന്നെ തന്നെ ഇപ്പം മലരാക്കിയെന്ന്, അതന്ന് കാണാനല്ലേ വിളിച്ച്, ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മലരായിട്ട് തോന്നിയെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവൾ ചെറുതായിട്ട് ഇമ്പ്രസ്ഡ് ആകുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് ഒരു പാവമാണ്, ഒന്ന് നോക്കിയേക്കണേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരുമിച്ച് പോകാമല്ലോ എന്നുള്ള രീതിയിൽ ജ്യോതിഷ് അവൻ്റെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവൾ കൂടുതൽ ഇമ്പ്രസ്ഡ് ആയത് നമ്മളെ ജ്യോതിഷിൻ്റെ അടുത്താണ്. അങ്ങനെ അവർ വീണ്ടും ഒത്തിരി സ്ഥലങ്ങളിൽ വെച്ച് കാണുന്നുണ്ട്. അവൻ ഡെലിവറി കൊടുക്കാനായി വീട്ടിലേക്ക് വരുന്നു, അവൾ സാധനം മേടിക്കാനായി കടയിലേക്ക് പോകുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ കിളവൻ ഇവളെ ഫോളോ ചെയ്യുന്നുണ്ട്, സന്ധ്യയെ. അപ്പോൾ അവൾ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതൊക്കെ ഇൻസ്റ്റയിൽ ഇടുമ്പം ആ ലൊക്കേഷൻ തേടി പിടിച്ച് നമ്മുടെ കിളവൻ നമ്മുടെ ജ്യോതിഷിനെ കൂട്ടിയിട്ടാണ് അവളെ കാണാനായിട്ട് പോകുന്നത്. ഇവരിങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ അവരുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കും. പിന്നീട് പുറത്ത് പോകാനുള്ള ഡീറ്റെയിൽസൊക്കെ ആയിട്ട് സന്ധ്യ വരാൻ പറഞ്ഞിരുന്നല്ലോ ജ്യോതിഷിൻ്റെ അടുത്ത്. അപ്പം അവൻ്റെ കയ്യിലുള്ള ചെറിയൊരു ഫോട്ടോ ആയിട്ട് സന്ധ്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ പറയും, ഇത് പണ്ടത്തെ ഫോട്ടോയാണ്, റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ വേണമെന്ന്. ആ ടൈമിൽ തന്നെ സന്ധ്യയുടെ മാനേജർ അവളെ ഒത്തിരി പ്രഷറൈസ് ചെയ്യുന്നുണ്ട്, ടാർഗറ്റ് കംപ്ലീറ്റ് ഇല്ലെന്ന് പറഞ്ഞ്. ഇത് കേട്ടിട്ട് ജ്യോതിഷിനൊരു ബുദ്ധി തോന്നും. അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ഇങ്ങോട്ടേക്ക് ഫോം അപ്ലൈ ചെയ്യാനായിട്ട് വിടുന്നുണ്ട്. എല്ലാവർക്കും സന്ധ്യയോട് ഒരു നോട്ടമുണ്ട്. ആ ഒരു രീതിയിലാണ് എല്ലാവരും വന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് പോകുന്നത്. പിന്നീട് ജ്യോതിഷ് അവൻ നിൽക്കുന്ന കടയിൽ ആ ഗ്ലാസ്സിൽ അവിടെ മിറർ ഉണ്ടെന്നുള്ളൊരു സ്റ്റിക്കർ അവിടെ എഴുതി ഒട്ടിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒത്തിരി തവണ അവിടെ പോയി തല ഇടിക്കുന്നുണ്ട്. അത് കാരണം അവൻ അങ്ങനെ ഒരു സ്റ്റിക്കർ ആ ഡോറിൽ ഒട്ടിച്ചു വെക്കും. അടുത്ത ദിവസം ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട്. സിനിമ കാണാൻ പോകുന്നിടത്തൊക്കെ സന്ധ്യ നമ്മളെ ജ്യോതിഷിനെ തന്നെ നോക്കിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ കിളവൻ കള്ളൊക്കെ കുടിച്ച് വന്നിട്ട് ജ്യോതിഷിന് കൺഗ്രാറ്റ്സ് പറയുകയാണ്. എന്താണെന്ന് ഫ്രണ്ട്സ് എല്ലാം ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇവർ രണ്ടുപേരും ഇന്നലെ സിനിമ കാണാൻ പോയിരുന്നു, അപ്പോൾ തന്നെ അവളത് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു, നല്ലൊരു ഡേ ആയിരുന്നു എന്ന രീതിയിൽ. അത് നിന്നോടൊപ്പം അല്ലേടാന്ന് കിളവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷ് അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനും എല്ലാവർക്കും ആശ്ചര്യമാകും. ആക്ച്വലി കിളവൻ നമ്മുടെ പാണ്ഡയെ കൂടെ കൂട്ടിയത് പാണ്ഡെ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റാണ് നടന്നത്. അവൻ കുറച്ച് ഇമോഷണലി അവിടെ കുറച്ച് ഡ്രാമ പോലെ കാണിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നിനക്കറിയില്ല ഞാൻ അവരുടെ വീട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ജോലികൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തും വേണ്ടി ചുമന്നാണ് അവർ വന്ന ദിവസം എല്ലാ സാധനങ്ങളും അവരുടെ വീട്ടിലേക്ക് കയറ്റി കൊടുത്തിട്ട്, എന്നിട്ടും അവൾക്ക് നിന്നെയാണല്ലോടാ ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കളവൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ പുതിയ ഫോട്ടോ എടുക്കാനായി നമ്മുടെ ജ്യോതിഷ് ഒരു സ്റ്റുഡിയോയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ സ്റ്റുഡിയോയുടെ ഷട്ടർ താത്തിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്തുനിന്ന് വളരെ ബഹളമൊക്കെ കേൾക്കുന്നു. പെട്ടെന്ന് തന്നെ ജ്യോതിഷ് ഷട്ടർ പോക്കി നോക്കുമ്പോഴത്തേനും അവിടെ ഒരുത്തനെ ഇങ്ങനെ ഇടിക്കാനായിട്ട് നോക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ പ്രായോഗിയുടെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുകയാണ്, ചേട്ടാ അടയ്ക്കാൻ പറയും. അങ്ങനെ അതവൻ അടയ്ക്കുന്നത്. അപ്പോൾ അയാൾ അകത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വന്നതെന്ന്. ഫോട്ടോ എടുക്കാനായിട്ടെന്ന് പറയാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു.
ജ്യോതിഷ് അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ അവർ ഏതോ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ കയറി വാ എന്ന് പറയുന്നുണ്ട്. അപ്പം പുറത്ത് ആരോ ഉണ്ടെന്നുള്ള രീതിയിലാണ് അകത്തുനിന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ ജ്യോതിഷ് പറയുന്നുണ്ട് ഇവിടെങ്ങും ആരും നിൽപ്പില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ശരിയാണ്, ഇവർ വെളിയിൽ നിർത്തിയിട്ട് പോയ ആളെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് ഈ സ്റ്റുഡിയോയുടെ ഓണർക്ക് അങ്ങ് ദേഷ്യം വരും. എടാ ഒരാഴ്ച കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് എത്ര ദിവസമായി, ആളുകളൊക്കെ വന്ന് കാത്തിരിക്കുന്നത് കണ്ടില്ലേ, എൻ്റെ വർക്കല്ലേ പൊക്കോണ്ടിരിക്കുന്നതൊക്കെ പറയുന്നു. അപ്പോൾ അവർക്ക് ഇന്ന് തന്നെ ആ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ആ ചെറുക്കനൊരു ഐഡിയ തോന്നുന്നത്, എന്തുകൊണ്ട് ജ്യോതിഷിനെ വെച്ച് ഈ സീൻ ചെയ്തുവിടാന്ന്. ഷോർട്ട് ഫിലിം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ജ്യോതിഷിന് പേടിയാവുന്നുണ്ട്. പക്ഷേ അവർ കുറേയൊക്കെ പറഞ്ഞ് നമ്മുടെ ജ്യോതിഷിനെ മനസ്സിലാക്കി എങ്ങനെ അകത്ത് കൊണ്ടുപോയി സീൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഇല്ലാതെ ഒരു ഫസ്റ്റ് ടൈം ആ സീൻ അഭിനയിച്ച് കാണിച്ചപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാവും. നമ്മുടെ ജ്യോതിഷം കുറച്ച് ഹാപ്പിയാവും. ബട്ട് ക്യാമറ ഓൺ ആക്കി കഴിയുമ്പോഴത്തേനും ജ്യോതിഷ് വളരെ ഒരു വെള്ളായിക ആവുന്നുണ്ട്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാനായിട്ട് നോക്കുന്നുണ്ട്. ക്യാമറ ഒന്ന് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആ ചെറുക്കൻ പറയുന്നുണ്ട്, ചേട്ടൻ്റെ സൗന്ദര്യം പകർത്താൻ വേണ്ടിയല്ല ഞങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്നത്, ചേട്ടൻ്റെ കഴിവ് പകർത്താനാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ജ്യോതിഷ് അങ്ങനെ ആ ഒരു പേടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവിടെ അഭിനയിക്കുകയാണ്. ആ അഭിനയം അവർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അത് മാത്രമല്ല അത് കാണുമ്പോൾ ജ്യോതിഷിനും വളരെ ഒരു കോൺഫിഡൻസും സന്തോഷം, തന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ള രീതിയിലൊരു കോൺഫിഡൻസ് അവനും കിട്ടും. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വെള്ളം കുടിക്കുന്നവർ ആ പയ്യൻ ജ്യോതിഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേട്ടന് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാൻ ചാൻസ് നോക്കിക്കൂടെ എന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഒരു 8ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ഡ്രാമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ മുഖത്ത് ഈ പാടുകളൊന്നും വന്നില്ലായിരുന്നു, ഞാനിപ്പോൾ എവിടെ നിന്നേനെന്ന് അറിയുമെന്നൊക്കെ. ബട്ട് ആ ചെറുക്കൻ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ജ്യോതിഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ സന്തോഷം കൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ജ്യോതിഷ് ഫോട്ടോ എടുക്കാനായി സ്റ്റുഡിയോയിൽ ചെല്ലുന്നത്. ആ പയ്യൻ ജ്യോതിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പാലക്കാട് ഒരു ഹോട്ടലിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി കുറച്ച് പുതുമുഖങ്ങൾക്ക് വേണ്ടി സ്ക്രീനിങ് നടക്കുന്നുണ്ട്, ചേട്ടൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അടുത്ത ദിവസം തന്നെ ജ്യോതിഷ് ഇന്നലത്തെ കോൺഫറൻസ് കാരണം അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവൻ്റെ അമ്മയോട് അവൻ പറയുന്നത് ഇൻ്റർവ്യൂവിന് പോവുകയാണെന്നാണ്. അപ്പോൾ തന്നെ അവൻ്റെ അമ്മ അവനെ ഇൻസേർട്ടൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവർ ഇങ്ങനെ വന്നിരിക്കുന്നത് മുഖത്ത് ഈ പാടുകളൊക്കെ കാരണം അവനെ ഒന്ന് നോക്കുന്നുണ്ട് ഇൻസേർട്ടൊക്കെ ചെയ്തിട്ട്. അത് ചെല്ലുമ്പോൾ അവിടെ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അവൻ്റെ കയ്യിൽ ആക്ച്വലി അമ്മ കൊടുത്തിട്ട് കുറച്ച് കാശ് മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും വന്നതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കടമൊക്കെ മേടിച്ചാണ് അവിടെ പേ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് ജ്യോതിഷ് അവിടെ കാശ് അടയ്ക്കുകയാണ്. അപ്പോൾ ആ ഷൈൻ എന്ന് പറഞ്ഞ ആളാണ് ഈ കാശൊക്കെ മേടിക്കുന്നത്. ഇവനെ ഒരു പുച്ഛമാണ്. അവൻ്റെ ഇൻസേർട്ട് ചെയ്ത ഷർട്ടൊക്കെ വെളിയിലിരിക്കുന്നു, കൈ മടക്കി വെക്കാൻ പറയുന്നു. അപ്പോൾ കൈയൊക്കെ മടക്കി വെക്കുമ്പോൾ കയ്യിലും എല്ലാം ആ പാടുണ്ട്. അത്ര കോൺഫിഡൻ്റ് ഇല്ലാത്ത രീതിയിലേക്ക് ആ ഷൈൻ മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശും പിന്നെ ഗൂഗിൾ പേയും ഒക്കെ ആയിട്ട് ആ ഷൈന് കാശ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അവൻ കൊടുക്കുന്ന കാശിന് ചിലപ്പോൾ അവൻ്റെ അമ്മ വേസ്റ്റ് പറയാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു മണം കാണും. അയാൾ ആ കാശ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈയൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്തായാലും ജ്യോതിഷ് അകത്ത് കയറി പോയിട്ട് ഒരു ഡയലോഗ് ജ്യോതിഷിന് കൊടുക്കുന്നുണ്ട്. അത് അവൻ നല്ലപോലെ അഭിനയിച്ച് കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച പാലക്കാട്ടേക്ക് വരാനായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചിറങ്ങി വന്നിട്ട് ഷാനിൻ്റെ കയ്യിൽ നിന്നാണ് അവർക്ക് ആ ഒരു ടിക്കറ്റ് പോലുള്ള സാധനം അടുത്ത ആഴ്ചത്തേക്ക് കിട്ടുന്നത്. അത് വളരെ അഹങ്കാരത്തോട് തന്നെ ജ്യോതിഷ് അവൻ്റെ നിന്ന് മേടിക്കുന്നുണ്ട്. നീ എന്നെ അപമാനിച്ചാലും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ വിജയിച്ചിടാ എന്നുള്ളൊരു രീതിയിൽ തന്നെ ജ്യോതിഷ് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞ് ടൗണിലേക്ക് ജ്യോതിഷ് വരുമ്പോൾ അവിടെ നമ്മുടെ അളിയനായ ഗണേഷും അതുപോലെ അനിയത്തി ജ്യോതിയും ഒക്കെ ഓട്ടോ ഡ്രൈവർമാരുടെ അടുത്ത് അടിയിടുന്ന് കാണുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ ജ്യോതി ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ്, അവളെ പിക്ക് ചെയ്യുമെന്നാണ് ഗണേഷ്. പക്ഷെ അവിടെ ബാക്കിയുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് അവരുടെ ഓട്ടോയിൽ ഇവർ കയറണം, കാരണം അത് അവരുടെ ഏരിയയാണ്, ഭാര്യയാണ് ഭർത്താവാണെന്നും പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ജ്യോതിഷ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. ഈ ടൈമിൽ ജ്യോതിഷ് ഇടപെടാൻ വരുമ്പോൾ ഓട്ടോ ഡ്രൈവർമാർ ജ്യോതിഷിൻ്റെ അടുത്ത് തട്ടിക്കയറുന്നു. അതൊരു പോലീസുകാരെ കാണുന്നുണ്ട്. അയാൾ അങ്ങോട്ടേക്ക് വരുന്നു. അയാൾ വന്ന് കാര്യം അന്വേഷിക്കുമ്പോൾ ജ്യോതി പറയുന്നുണ്ട്, സാർ ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാണ്, എൻ്റെ ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്യാൻ വന്നതാണ്, ഇവന്മാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയും. ഇതേക്കും പോലീസ് അവൾ പറയും, എനിക്ക് എന്തായാലും എൻ്റെ വീട്ടിൽ പോകണം, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, ടയേർഡ് ആണെന്ന് പറയും. പോലീസ് പറയുന്നുണ്ട് ആ ഗണേഷിൻ്റെ അടുത്ത്, നീ നിൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ. എന്നിട്ട് ജ്യോതിഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്ന്. അപ്പോൾ ഫ്രണ്ടാണെന്നാണ് ജ്യോതിഷ് പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഗണേഷ് മാറ്റി പറയും ഇതെൻ്റെ അളിയനാണ് സാറേ. അപ്പോൾ ആ അളിയനും പെങ്ങളും എല്ലാവരും ഓട്ടോയിൽ കയറി പോകാൻ പറഞ്ഞിട്ട് പുള്ളി അത് സോൾവ് ചെയ്യും. അങ്ങനെ ഒരു 3 പേരും കൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പം ജ്യോതിഷ് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഈ സന്തോഷ വാർത്ത പറയുന്നുണ്ട്, നമ്മുടെ ജ്യോതി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. ഇത് കേൾക്കുമ്പം കണ്ണപ്പയ്ക്ക് നല്ല സന്തോഷമാവും. പക്ഷെ ആശ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല, തന്നെ ഇറങ്ങിപ്പോയവളല്ലേ, അപ്പം തന്നെ പ്രസവിച്ച് കൊച്ചിനെ നോക്കട്ടെ എന്ന് പിറുപിറുത്തോണ്ട് അവൾ പെരക്കകത്തേക്ക് പോകുന്നു. പക്ഷെ അകത്ത് പോയി അവളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം താത്ത് വെച്ചിട്ട് അവളൊന്ന് നെടുവീർപ്പിടുന്നുണ്ട്. എത്രയൊക്കെയായാലും അവരൊരു അമ്മയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ആവലാതി അവരുടെ ഉള്ളിൽ കാണും. അടുത്ത ദിവസം നമ്മുടെ ജ്യോതിഷ് ഡെലിവറിക്കായി സന്ധ്യയുടെ വീട്ടിലേക്ക് വരികയാണ്. സോ താഴെ കിളവനെ കാണുന്നുണ്ട്. അവൻ കളിയാക്കി മേളിലേക്ക് വിടുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ സന്ധ്യയ്ക്ക് ശരിക്കും ദേഷ്യമാവുന്നുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് സന്ധ്യ ജ്യോതിഷിനെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അകത്തേക്ക് കൊണ്ട് ഡെലിവറി വെക്കാൻ പറയുമ്പോൾ ജ്യോതിഷ് ആദ്യം മണിക്കുന്നുണ്ട്. പിന്നെ അവൾ പറയും, നിങ്ങൾ ഡോർ ഡെലിവറി അല്ലല്ലോ, ഹോം ഡെലിവറി അല്ലേന്ന്.
അപ്പോൾ അവൻ സാധനം അകത്തേക്ക് കൊണ്ടുവെക്കും. ഈ ടൈമിൽ ഇവൾ ഫ്രണ്ടിലെ ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അയ്യോ അങ്ങനൊന്നും ചെയ്യലേ എന്ന് ജ്യോതിഷ് പറയുന്നുണ്ട്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ജ്യോതിഷിനാണല്ലോ. അപ്പോൾ അവൾ ചോദിക്കുന്നത്, എന്താണ് നിൻ്റെ പ്രശ്നം, നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തൊരു ഗ്യാപ്പ് കാണിക്കുന്നത്? അപ്പോഴാണ് ജ്യോതിഷ് പറയുന്നത്, എനിക്ക് ഇതിനു മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. സോ അവൾ എൻ്റെ മുഖത്ത് ഈ പാടുകളൊക്കെ അവൾക്ക് പകരും എന്നുള്ള രീതിയായപ്പം എന്നെ വിട്ടിട്ട് പോയതാണെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പം നമ്മുടെ സന്ധ്യ പറയും, ഏതായാലും എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി വേണ്ട, ഞാൻ നിങ്ങളെ ഒരിക്കലും ഇട്ടിട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ജ്യോതിഷ് പെട്ടെന്ന് സ്റ്റക്കായി പുറത്തേക്ക് വരുന്നുണ്ട്. വെളിയിൽ ഇറങ്ങി വരുമ്പോഴാണ് അവൾ എന്താ പറഞ്ഞെന്നുള്ള റിയലൈസേഷൻ ജ്യോതിഷിനുണ്ടാവുന്നത്. അവനും വളരെ ഹാപ്പിയാവും. അടുത്ത ദിവസം സന്ധ്യ ജ്യോതിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന്. ജ്യോതിഷ് പറയുന്നത്, അയ്യോ എനിക്കിത് ലീവ് എടുക്കാൻ പറ്റില്ല, നിനക്ക് വർക്കിന് പോകണ്ടേന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നത്, നമുക്ക് നാളെ സൺഡേ അല്ലേ, നാളെ പോകാമെന്ന് പറയുന്നു. അപ്പം പറയുന്നത്, അയ്യോ ഇന്ന് ഞാൻ ഓൾറെഡി ലീവല്ലേ, അപ്പോൾ നാളെ ഞാൻ എങ്ങനെ പിന്നെയും ലീവ് എടുക്കുമെന്ന്. അപ്പോൾ സന്ധ്യയ്ക്ക്, നിങ്ങളല്ലേ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഓഫീസിൽ പോകണമെന്ന്, അപ്പം നീ തുടക്കത്തിലേ കള്ളം പറയാൻ തുടങ്ങിയോന്ന്. ആക്ച്വലി ഇന്ന് ജ്യോതിഷിന് ആ സ്ക്രീനിങ്ങിൻ്റെ സെക്കൻഡ് സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടേക്ക് പോകാനാണ്. അപ്പോൾ മറ്റുള്ളവരോട് പറയാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, പണ്ട് ഞാനൊരു ഫിലിമിൽ അഭിനയിച്ചിട്ട് എല്ലാവരുടെ അടുത്തും ഞാൻ ആ സിനിമയിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു, കൊച്ചിലെ കണ്ണപ്പയുടെ കൂടെ. പക്ഷേ പിന്നീട് ആ സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ ആ പടത്തിൽ ഇവനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഷോക്ക് കാരണം പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സത്യമായി കഴിഞ്ഞിട്ടേ അവൻ എല്ലാവരോടും ഷെയർ ചെയ്യാവുള്ളൂ. ഇത് കേൾക്കുമ്പോൾ സന്ധ്യയ്ക്ക് വിഷമം തോന്നും. അവൾ അവനെ കുറച്ച് പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുവിടുകയാണ്. അവിടെ ചെന്ന് നാളെ കാണുമ്പോൾ ജ്യോതിഷ് തിരിച്ചു വന്ന് വണ്ടി കയറിയിട്ട് ഒരു, അയ്യോ എനിക്ക് പറ്റില്ല ഇവരുടെ മുന്നിലൊന്ന് പെർഫോം ചെയ്യാൻ, നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ. പക്ഷേ സന്ധ്യ അവനെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് അവിടെ തന്നെ ഇറക്കി വിട്ടിട്ട് പോവുകയാണ്. പിന്നീട് പ്രത്യേകിച്ച് വഴിയൊന്നും ഇല്ലാതെ ജ്യോതിഷ് അവിടെ തന്നെ നിൽക്കുന്നു. ആ സമയത്താണ് സ്ക്രീനിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ പരിചയപ്പെട്ട ആ സുഹൃത്തും അവിടേക്ക് വന്നിട്ട് ഇവരെല്ലാവരോടും അകത്തേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ജ്യോതിഷിന് കാര്യം മനസ്സിലാവുന്നത്. കുറേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇഗ്ലാബ് സിന്ദാബ വിളിക്കാനാണ് ഇവരെയൊക്കെ സ്ക്രീൻ ചെയ്തെടുത്തിരിക്കുന്നത്. കൂടെ വന്ന ആൾ ജ്യോതിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത്തവണയെങ്കിലും നല്ലൊരു റോൾ കിട്ടുമെന്നാണ് വിചാരിച്ചതെന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്ന്. ഈ ടൈമിൽ ജ്യോതിഷിന് ദേഷ്യം വന്നിട്ട് ഷൈനിൻ്റെ അടുത്ത് വന്നിട്ട്, ഇതിനാണോ എന്തെങ്കിലും നിങ്ങൾ കാശ് മേടിച്ച് എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. ഷൈൻ അപ്പം തന്നെ ജ്യോതിഷിനെ വിളിച്ചിട്ട് പോയിട്ട് സ്ക്രിപ്റ്റ് എടുത്ത് കൊടുത്തിട്ട് ഒരു വലിയ ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ട് നീ ഈ ഡയലോഗ് ഒന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ജ്യോതിഷിനപ്പോൾ അത്ര ആളുകളുടെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ പറയാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ നീ ഇവിടെയൊക്കെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഷൈൻ പോകുന്നു. ആ ടൈമിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറമാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫീൽഡെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഫ്രണ്ടിൽ കാണുന്നത് ജ്യോതിഷിനെയാണ്. സോ ആ ക്യാമറമാൻ അവനെ ഇൻസൾട്ട് ചെയ്ത് ഇവനെ ആരാണ് ഫ്രണ്ടിൽ പിടിച്ച് നിർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതിഷിനെ പിടിച്ച് പുറകിൽ കൊണ്ട് നിർത്തി. അടുത്ത ദിവസം കണ്ണപ്പയ്ക്ക് നമ്മുടെ ജ്യോതിഷിൻ്റെ ഷോർട്ട് ഫിലിം കാണാൻ ഇടവരുന്നുണ്ട്. അപ്പോൾ അയാൾ അവിടെ നിന്ന് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് തൻ്റെ മോനെ അഭിനന്ദിക്കുന്നുണ്ട്. ഇതറിഞ്ഞ് വന്ന നമ്മുടെ ആശയ്ക്ക് ഇത് ഭയങ്കരമായി ദേഷ്യം വരുന്നു. നിങ്ങളോ പിഴച്ചു പോയി, ഇനി എൻ്റെ മകനെ കൂടെ നിങ്ങൾ നശിപ്പിക്കുമെന്ന് ചോദിച്ചിട്ട് അവർ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് തലയിടരുതെന്ന് ജ്യോതിഷിൻ്റെ അടുത്ത് വാർണിംഗും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണപ്പയുടെ കയ്യിലുണ്ടായിരുന്ന പടക്കമെല്ലാം കൂടെ അവർ കൊണ്ടുപോയി. ഈ ടൈമിൽ കണ്ണപ്പ ജ്യോതിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതിനൊക്കെ ഇറങ്ങി പോകുമ്പോൾ നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, കാശൊക്കെ തന്നാൽ ഒത്തിരി അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞ് കുറേ ആളുകൾ വരും, പൈസയും സമയവും എല്ലാം കത്തിത്തീരുന്നേ നമ്മൾ അറിയുള്ളൂ, നമ്മുടെ ജീവിതം കൈവിട്ട് പോകുന്നത് നമ്മൾ ഒരിക്കലും അറിയില്ല എന്നൊക്കെ കണ്ണപ്പത്തിൻ്റെ ജീവിത അനുഭവം കൊണ്ട് തന്നെ ജ്യോതിഷിനെ ഉപദേശിക്കും. ഈ ടൈമിൽ അന്ന് ഷോർട്ട് ഫിലിമിൽ അഭിനയിപ്പിച്ച ആ പയ്യൻ ജ്യോതിഷിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഷോർട്ട് ഫിലിം നല്ലപോലെ ഹിറ്റാവുകയും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൻ ആദ്യം വന്ന് ജ്യോതിഷിനെ ചോദിക്കുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. ജ്യോതിഷോ അതാരാന്ന് ചോദിച്ചിട്ട് അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞു പിടിക്കുകയാണ്. അപ്പോഴാണ് ജ്യോതിഷ് അതുവഴി ഒരു വണ്ടിയുമായി പോകുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ ആ പയ്യൻ വിളിച്ചു നിർത്തി ജ്യോതിഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണ് അവൻ്റെ ഫ്രണ്ട്സിന് മനസ്സിലാവുന്നത് പാണ്ഡയാണ് അവർ ഉദ്ദേശിച്ചതെന്ന്. ഈ പാണ്ടെന്ന് വിളിച്ച് അവൻ്റെ ശരിക്കുള്ള പേര് തന്നെ ഫ്രണ്ട്സ് എല്ലാം മറന്നു. ആ പയ്യൻ ജ്യോതിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നല്ലപോലെ അഭിനയിക്കും, നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടും, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ജ്യോതിഷ് തനിക്ക് മുമ്പുണ്ടായ അനുഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവനോട്, ഞാനിനി ഈ ഇതിലേക്കില്ല, എനിക്ക് എൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഞാൻ ഈ ജോലി കൊണ്ടൊക്കെ ജീവിച്ചോളാം, ഒത്തിരി അനുഭവങ്ങളായ ഒരു ബുക്ക് എഴുതാനോളം അനുഭവങ്ങൾ എനിക്കുണ്ട്, അതൊക്കെ ആ പയ്യൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ചേട്ടാ അങ്ങനെയൊന്നും അല്ല, ചേട്ടൻ്റെ കഴിവുണ്ട്, എന്തായാലും ചേട്ടന് സക്സസ് ആവാൻ പറ്റും എന്നൊക്കെ. പക്ഷേ പിന്നെയും ജ്യോതിഷ് നെഗറ്റീവായി സംസാരിക്കുമ്പോൾ ആ പയ്യൻ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജ്യോതിഷിൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നത് അവൻ ഷോർട്ട് ഫിലിം അഭിനയിച്ച കാര്യം. അവരവനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, എടാ നിനക്കൊക്കെ അവസരം കിട്ടിയോ, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നിനക്ക് അവസരം കിട്ടി, നിനക്ക് പെണ്ണിനെ കിട്ടി. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് എനിക്ക് അവസരമോ പെണ്ണോ കിട്ടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെയ്യുന്നു. കാരണം അവൻ്റെ ഉള്ളിൽ ഇന്നലത്തെ മുറിവുകളൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കളിയാക്കലോടാകുമ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ട് പോവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ് അവനെ കളിയാക്കുമ്പോൾ അവന് സഹിക്കാൻ വയ്യാതെ അവൻ അവരെ അടിക്കുകയാണ്. അവർ പാണ്ടാന്ന് വിളിക്കുന്നത് ഇവനെ ട്രിഗർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവരാ വിളി ഒട്ടും നിർത്തുന്നുമില്ല. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയായിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു പുള്ളിക്കാരനാണ് ഇവരെ വന്നെല്ലാം പിടിച്ചു മാറ്റിയത്.
അപ്പോൾ അതിലൊരുത്തൻ പറയുന്നുണ്ട്, നിനക്ക് പുതിയ ലവറൊക്കെ ആയതിനു ശേഷം നീ ഒത്തിരി മാറിപ്പോയെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, എടാ അതുകൊണ്ടല്ലടാ നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട് എന്നവർ പറഞ്ഞിട്ട് പോലും ആ ഫ്രണ്ട്സിന് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഫ്രണ്ട്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്നേഹമുള്ളത്. പിന്നീട് കാണിക്കുന്നത് ജ്യോതിഷും സന്ധ്യയും കൂടെ ഒരു ടവറിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നതാണ്. അവിടെ താഴെ നിന്ന് കുറേ കള്ളുകുടിയന്മാർ എന്തൊക്കെയോ വൃത്തികേടുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആ ടൈമിൽ സന്ധ്യ ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങളെന്നും ബിസി ആയിരിക്കുമല്ലോ അല്ലേ, നിങ്ങളെ പേര് വിളിക്കുന്നതിലെല്ലാം അടിക്കാനല്ലേ നിങ്ങൾക്ക് സമയം കാണുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയും, നീ എന്തിനാ എന്നെ കളിയാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ, അല്ലാതെ നിങ്ങളെ കളിയാക്കുന്നവരെ അടിക്കുകയോ ഇടിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടതെന്ന്. നിങ്ങളൊരു നല്ല നിലയിൽ എത്തിക്കഴിയുമ്പോൾ ഇതെല്ലാം താഴെ മാറിക്കോളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ ഈ വിളി നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. അപ്പം സന്ധ്യ പറയുന്നുണ്ട്, നമ്മൾ താഴെ കുറേ ആളുകൾ കള്ളു കുടിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്ന കേട്ടില്ലേ, മേളിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ കുറേ കൂടെ ഉയരങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതൊന്നും സന്ധ്യയുടെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവരെ കുറച്ചുകൂടെ ടൈം പാസ് ആണോ എന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്, ഇതൊരിക്കലും ഒരു ടൈം പാസ് അല്ല, അവനെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇഷ്ടപ്പെടുത്തിയെന്ന് പറയും. ജ്യോതിഷും സന്ധ്യയും കൂടെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ജ്യോതിഷിൻ്റെ ഫോൺ അറിയാതെ സന്ധ്യയുടെ കയ്യിലാകുന്നു. സോ അത് മേടിക്കാനായി അവൻ പുറത്ത് പോയി നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ സന്ധ്യ അവരുടെ ആ സ്റ്റെയർ കേസിൻ്റെ ഏരിയയിലേക്ക് വിളിക്കുകയാണ്. അവിടെ പോയുമ്പോൾ സന്ധ്യ ആക്ച്വലി ജ്യോതിഷിനെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫോൺ തിരിച്ചു കൊടുക്കുന്നു. പിന്നീട് സന്ധ്യ മുകളിലേക്ക് കയറി പോകുന്നു. ജ്യോതിഷ് മതിൽ ചാടി റോഡിലേക്ക് പോവുകയാണ്. അവൻ നേരെ ചെന്ന് പെടുന്നത് സന്ധ്യയുടെ അച്ഛൻ്റെയും അതുപോലെ മുറച്ചെറുക്കൻ്റെയും കാറിൻ്റെ ഫ്രണ്ടിലേക്കാണ്. മുറച്ചെറുക്കൻ ജ്യോതിഷിൻ്റെ അടുത്ത് അനാവശ്യമായി ചൂടാവുന്നുണ്ട്. കാരണം മതിൽ ചാടി വരുമ്പം ഓട്ടോമാറ്റിക്കലി അവർക്കൊരു സംശയം വരുമല്ലോ. അച്ഛനും അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ബഹളങ്ങളൊക്കെ കേട്ട് പുറത്ത് വന്ന അമ്മ പറയുന്നുണ്ട്, അത് താഴെയുള്ള ആ ചെറുക്കൻ്റെ ഫ്രണ്ടാണ്, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ്, നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കരുതെന്ന്. സോ അങ്ങനെ അവർ ജ്യോതിഷിനെ വെറുതെ വിടുകയാണ്. എന്നിട്ട് അവർ അകത്തേക്ക് കയറി പോകുന്നു. സന്ധ്യ ഇതെല്ലാം ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ ജ്യോതിഷം ശരിക്കും ഒന്ന് ചെറുതായി പേടിച്ചു പോകുന്നുണ്ട്. അടുത്ത ദിവസം സന്ധ്യ ജ്യോതിഷിൻ്റെ കടയിലേക്ക് വരുന്നു. അവൾക്ക് മനസ്സിലായി അവനെന്തോ പിണക്കമുണ്ടെന്ന്. അവൾ അവിടെ വന്ന് അവൻ്റെ അടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജ്യോതിഷ് അവളെ മൈൻഡ് ചെയ്തില്ല. കുറേ നേരം അവൾ സംസാരിച്ച് കഴിയുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് എന്ത് സംഭവിച്ചാലും നീ അവിടെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിന്നാൽ മതി എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ സന്ധ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് വന്ന് ഇറങ്ങി പറയാൻ പറ്റുമോ നീ എന്നെ കാണാൻ വന്നാണെന്നൊക്കെ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വാക്കുതർക്കമായിട്ട് അവസാനം സന്ധ്യ അവിടുന്ന് പിണങ്ങി പോകുന്നുണ്ട്. ജ്യോതിഷ് അവളെ പുറകിന് വിളിക്കാനും പോയില്ല. അടുത്ത ദിവസം ജ്യോതിഷ് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു കാർ അവൻ്റെ കുറുകെ വന്ന് നിർത്തുന്നു. ഇറങ്ങുന്നത് നമ്മുടെ സന്ധ്യയുടെ മുറച്ചെറുക്കനാണ്. അവൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇവൻ സന്ധ്യയുടെ പുറകിൽ നടക്കുകയാണ്. സോ അവനെ എടുത്തിട്ട് അടിക്കാൻ നോക്കും. അപ്പോൾ ഈ ടൈമിൽ ജ്യോതിഷിൻ്റെ ഫ്രണ്ട്സ് അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബോള്. അപ്പോൾ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, അവർ ജ്യോതിഷിനെ അടിക്കുന്നെന്ന്. അപ്പോൾ മറ്റൊരു കൂട്ടുകാരൻ പറയുന്നു, അവൻ കുറച്ച് അടി കൊള്ളട്ടെ, അവനെ ഇപ്പോൾ എല്ലാം പുതിയ കൂട്ടുകെട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ ആ മുറച്ചെറുക്കൻ നമ്മുടെ ജ്യോതിഷിന് നല്ലൊരു ഇടി കൊടുക്കാനായി കൈ പൊക്കുന്ന ടൈമിൽ ഒരു ബോൾ വന്ന് അവൻ്റെ കൈക്ക് കൊള്ളുന്നു. അത് കാരണം അവനെ ഒന്നും ഇടിക്കാൻ പറ്റാതാവുന്നു. പിന്നെ അവൻ അടിക്കാൻ ശ്രമിക്കുമ്പോഴും അടുത്ത ബോൾ വന്ന് അവൻ്റെ തലക്കിട്ടുകൊണ്ട് അവൻ ബോധം കെട്ടു പോവുകയാണ്. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ഇത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ പരിപാടിയാണെന്ന്. ഫ്രണ്ട്സിനെ കൂടാതെ നമ്മുടെ ജ്യോതിഷിൻ്റെ അളിയനും മുകളിൽ നിന്ന് ഒരു കല്ല് വലിച്ച് ബാക്കിയുള്ളവരെ എറിയുന്നുണ്ടായിരുന്നു. എല്ലാവരും പോയ ശേഷം ജ്യോതിഷിൻ്റെ ഫ്രണ്ട്സും അളിയനും ഒക്കെ വന്നിട്ട് ജ്യോതിഷിനെ അവിടെ ഇരുത്തി അളിയൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അളിയനും ജ്യോതിഷും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഏകദേശം കോംപ്രമൈസ് ആവുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴും സന്ധ്യ പുതിയ വീടൊക്കെ പണിഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് മാറും. സോ നമ്മുടെ കളവൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ കണ്ണപ്പ നമ്മുടെ ആശയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്നൊരു പുതിയ പടം റിലീസ് ചെയ്യുകയാണ്, അപ്പോൾ സിനിമയ്ക്ക് നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇയാളിത് സ്ഥിരം ചോദിക്കുന്നതാണ്. ആശ അയാൾക്ക് മാത്രം ടിക്കറ്റിനുള്ള കാശ് കൊടുത്തിട്ട് പോകാറാണ് പതിവ്. പക്ഷേ ഇന്ന് പറയുന്നു ഒരു 5 ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ. ആ ടൈമിൽ ജ്യോതിഷ് വന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് പാസ്പോർട്ട് അപേക്ഷിക്കാൻ പോവുകയാണ്, എനിക്ക് കാശ് വേണമെന്ന്. അപ്പോൾ ഞാൻ ആരുടെ കയ്യിൽ നിന്നെങ്കിലും മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെയും ആ വണ്ടിയിൽ തന്നെ കയറ്റുകയാണ്. കണ്ണപ്പ ആലോചിക്കുന്നുണ്ട് ആർക്കാണ് ഈ 5 ടിക്കറ്റ് എന്നൊക്കെ. അപ്പോൾ ആ ടൈമിൽ ജ്യോതിഷ് ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴാണ് അവൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഒരാൾ ജ്യോതിഷിനെ ഫോൺ വിളിക്കുന്നത്. ഷോർട്ട് ഫിലിമിലെ അഭിനയം കണ്ടിട്ട് അയാൾ ഇംപ്രസ്ഡായി ഒരു ഓഡീഷന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ്. അപ്പോൾ പറയുന്നുണ്ടില്ല, ഞാനിപ്പോൾ എൻ്റെ ഒരു ജോലി ആവശ്യത്തിനായി പോവുകയാണ്, വരാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷെ പിന്നീട് അവനെ ചുറ്റും നടക്കുന്നത് കറക്റ്റ് തൃശ്ശൂർ ചെല്ലണം എന്നാണ് പറഞ്ഞത്. തൃശ്ശൂരിലോട്ടുള്ള ബസ് വരുന്നു, അത് അവൻ്റെ മുന്നിൽ അതിൻ്റെ വാതിൽ തുറന്നിടുന്നു. അങ്ങനെ എല്ലാം അവൻ എന്തോ ഒരു നിമിത്തം പോലെ തോന്നിയിട്ട് അവൻ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ വേതാളം ഷൈൻ അവിടെ ഇരിപ്പുണ്ട്. അവനും ഇതിലെന്തോ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. പഴയ പടത്തിലെ നായകൻ തന്നെയാണ് ഈ പടത്തിലെ നായകനും. അയാൾ ആകെ കള്ളു കുടിച്ചൊരു ഉത്തരവാദിത്തമില്ലാതെ ആകെ കുഴഞ്ഞു കിടക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ്. പിന്നെ സംവിധായകനും എഴുത്തുകാരും ഒക്കെ പുതിയ ആളുകളാണ്. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ ജ്യോതിഷിനെ ആ പ്രൊഡ്യൂസർ കാണുന്നത്.
പ്രൊഡ്യൂസർ ചോദിക്കുന്നുണ്ട് ഇത് ആരാന്ന് ചോദിക്കും, പറയും ഇത് ഓഡീഷന് വന്നാണെന്ന് പറയും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നല്ല അപ്പോൾ ഒരു സോഷ്യൽ റിലവൻസ് നമ്മളെ പടത്തിന് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് കുറേ സന്ദർഭങ്ങൾ പറഞ്ഞിട്ട് അഭിനയിക്കാൻ പറയുകയാണ്. അവനിങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പറ്റുമോ, ചിരിക്ക് കര ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. സോ ഷൈൻ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. ഷൈന് ജ്യോതിഷിനോടൊരു ദേഷ്യം ഉള്ളതുകൊണ്ട് തന്നെ അവനവിടെ മാറിയും ചിരിക്കുന്നുണ്ട്. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ ജ്യോതിഷ് എഴുന്നേറ്റ് പോവുകയാണ്. സോ അന്ന് വൈകിട്ട് ജ്യോതിഷ് വീട്ടിൽ വരുമ്പം ജ്യോതിഷിൻ്റെ അമ്മയും കണ്ണപ്പയും ഗണേഷും ജ്യോതി എല്ലാവരും വീട്ടിലുണ്ട്. സോ 5 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത് ഇവർക്കെല്ലാവർക്കും കൂടെ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ജ്യോതിഷ് വളരെ നിരാശനായിട്ട് അകത്തോട്ട് കയറി വരുന്നുണ്ടെങ്കിലും എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. ആ ടൈമിൽ ജ്യോതിഷിനൊരു കോള് വരുന്നുണ്ട്. അപ്പോൾ പാസ്പോർട്ടിന് പോകാൻ പറ്റിയില്ലടാ, നാളെയാണ് പോകുന്നത്, ഇങ്ങനെ ഒരു ഓഡീഷന് പോയേക്കുമായിരുന്നു പറയും. ഇത് അടുക്കളയിൽ നിന്ന് അമ്മ കേൾക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. നീ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞല്ലേ, കള്ളം പറഞ്ഞ് കാശ് മേടിച്ചിട്ട് പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറേ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മനസ്സ് ഭയങ്കര ഇതാണ്, അമ്മയ്ക്കെല്ലാം ഫ്രസ്ട്രേഷനാണ്, എല്ലാം നിരാശയാണ്, ആശയല്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ആകുമ്പോൾ കുറേ ആകുമ്പോഴത്തേനും ജ്യോതിയും അതുപോലെ തന്നെ ഗണേശും അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടാവുന്നുണ്ട്. ആ ടൈമിൽ ജ്യോതിഷ് പറയുന്നുണ്ട് നീ പോയത് നന്നായി, നീയെങ്കിലും പോയി രക്ഷപ്പെടുന്നൊക്കെ പറയും. ആ ടൈമിൽ പിന്നെയും ജ്യോതിഷ് അവൻ്റെ അമ്മ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോൾ കണ്ണപ്പ ഓടി വന്ന് അവൻ്റെ കരണക്കുറ്റിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ആ ദേഷ്യത്തിന് ജ്യോതിഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങിപ്പോയി പാവം ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് അവൻ്റെ കൈയെല്ലാം ഇങ്ങനെ നോക്കി കുറേ കരയുകയാണ്. എന്നിട്ട് അവൻ തന്നെ അവൻ്റെ കയ്യിലെ മുഖത്തെ പാടൊക്കെ ഇങ്ങനെ ചുരണ്ടിക്കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത്രയ്ക്ക് അവൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യം കൊണ്ട് അവൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചുറ്റുമുള്ളവരും അവനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പം അവന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്ത ദിവസം സന്ധ്യയുടെ വീടിൻ്റെ പെരാവസ്ഥയിലാണ്. അന്ന് ജ്യോതിഷിൻ്റെ ഫ്രണ്ട്സ് സന്ധ്യയുടെ അടുത്ത് ചോദിക്കുന്നത് ജ്യോതിഷിനെ നീ കണ്ടിരുന്നോന്ന്. അവളില്ലാന്ന് പറയുകയാണ്. രാവിലെ മുതൽ അവൻ്റെ അമ്മ അന്വേഷിക്കുകയാണ്. അവൻ ഇന്നലെ രാത്രി പിണങ്ങി പോയതാണ്, ഇതുവരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറയുന്നു. സന്ധ്യ അപ്പം തന്നെ അവിടെ നിന്ന് ഒരു വണ്ടി എടുത്തിട്ട് അവൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ചെല്ലുന്നു. പക്ഷെ കിട്ടുന്നില്ല. കുറേ കഴിഞ്ഞാണ് അവൾ ആ ടവറിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. അവിടെ പോയി നിന്നിട്ട് അവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. കാരണം ജ്യോതിഷ് അവിടെ ഇരിപ്പുണ്ട്, നീ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് കുറേ വഴക്ക് പറയുമ്പം ജ്യോതിഷ് ഓടി വന്ന് നമ്മുടെ സന്ധ്യയെ കെട്ടിപ്പിടിക്കുകയാണ്. അവനൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അവളും അവനെ തിരിച്ച് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സന്ധ്യ അവനെ ആശ്വസിപ്പിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവിടാനായി തയ്യാറാകുകയാണ്. ഈ സമയത്ത് വീട്ടിൽ ആശയും കണ്ണപ്പയും ജ്യോതിഷിനെ കാണാത്ത വിഷമത്തിൽ ഇരിക്കുകയാണ്. ആശ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടാണോ അവനെ അടിച്ചതെന്ന്. അപ്പോൾ അയാൾ പറയുന്നു സിനിമയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഒരു അടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ അടിച്ചത്, അവനെന്നെ തിരിച്ചടിക്കാഞ്ഞത് ഭാഗ്യമെന്ന് പറയും. ആ ടൈമിലാണ് കണ്ണപ്പ കാണുന്നത് സന്ധ്യയുടെ ബൈക്കിൻ്റെ പുറകിൽ കയറി ജ്യോതിഷ് വരുന്നത്. അപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് എടി നീ ഒരു വിളക്കിങ് എടുത്തോ എന്ന്. സന്ധ്യ ജ്യോതിഷിനെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് തിരികെ പോകുന്നുണ്ട്. കണ്ണപ്പയ്ക്കും ആശയ്ക്കും മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ റിലേഷനുള്ള കാര്യം. പക്ഷേ പ്രത്യേകിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒന്നും ചോദിക്കുന്നുമില്ല. പോകാൻ നേരം സന്ധ്യ പറയുന്നുണ്ട് നീ എന്തായാലും എൻ്റെ അച്ഛനെ കാണാൻ വീട്ടിലേക്ക് വരണമെന്ന്. അവൻ കാണാമെന്ന് ഉറപ്പും കൊടുക്കുന്നു. വീട്ടിൽ ചെല്ലുമ്പം മുറച്ചെറുക്കനും അവരുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉണ്ട്. അയാൾ ജ്യോതിഷിനെ വഴക്ക് പറയാനായി തുടങ്ങുമ്പോഴാണ് ജ്യോതിഷിൻ്റെ കൂട്ടുകാർ വെളിയിൽ വന്ന് ഹോണടിച്ച് അവനെ കേൾപ്പിക്കുന്നത്. അവരെ കാണുമ്പോൾ തന്നെ മുറച്ചെറുക്കൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ അവൻ്റെ വീട്ടുകാരോട് പറയുന്നു ഇവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, നമുക്ക് മാറി നിന്നേക്കാം, നമ്മുടെ കുടുംബകാര്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഈ ടൈമിൽ സന്ധ്യയുടെ അമ്മയും അച്ഛനും സന്ധ്യയും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ, പിന്നെ ജ്യോതിഷും. സോ അയാൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല, നിങ്ങൾക്കൊന്നും ഇപ്പോൾ ഒരു മെച്യൂരിറ്റി ഇല്ല, എന്താണ് ജീവിതമെന്ന് അറിയില്ല. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് 1 കിലോ പഞ്ചസാരയുടെ വില അറിയാമോ, 1 കിലോ സബോളയുടെ വില അറിയാമോ എന്നൊക്കെ ജ്യോതിഷിൻ്റെ അടുത്ത് ചോദിക്കുമ്പം ജ്യോതിഷ് എല്ലാത്തിൻ്റെയും വില കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സന്ധ്യയുടെ അച്ഛൻ ചെറുതായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴാണ് സന്ധ്യയുടെ അമ്മ പറയുന്നത് എടോ അയാൾ മാർജിൻ ഫ്രീയിലാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് അവന് എല്ലാത്തിൻ്റെയും വിവരം അറിയാമെന്ന്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നടക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഡേ ഗണേശൻ ജ്യോതിഷോട് ഒരു കടയിൽ പൂ വാങ്ങാൻ വരുന്ന സമയത്ത് ഗണേഷ് ഉപദേശിക്കുന്നുണ്ട് നിനക്ക് അവളോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നീ വിളിച്ചിറക്കിക്കൊണ്ട് പോരെ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ എതിർക്കുന്നവർ തന്നെ നിങ്ങളെ അനുകൂലിച്ചോളും, കൂടാതെ വേണം നിങ്ങളുടെ വണ്ടിയുടെ പുറകിലും കയറിയിരിക്കും, നീ ഇപ്പോൾ കയറിയിരിക്കാൻ വരുന്ന പോലെ എന്ന് പറയും. ആ ഡയലോഗ് നമ്മുടെ ജ്യോതിഷ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ജ്യോതിഷ് ഇറങ്ങി അങ്ങ് നടന്നു പോകും. എടാ വാടാന്ന് കളിക്കുമ്പോൾ പോയി ചാടാ എന്ന് ജ്യോതിഷ് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് ബോധം കെട്ടി വീഴുന്ന ഗണേഷിനെയാണ് കാണിക്കുന്നത്. ആക്ച്വലി ഗണേഷ് ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു പോയിരുന്നു. ആശ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഈ വയ്യാത്തൊരുത്തിനെയാണോ നീ കെട്ടിയെന്ന്. അവന് കൊച്ചിലെ മുതലേ ഹൃദയത്തിന് പ്രശ്നമുള്ളതാണ്, അതുകൊണ്ട് തന്നെ സഡനായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പുള്ളിക്കാരൻ മരിച്ചു പോയതാണ്. പക്ഷേ ആ ഒരു മരണം വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ജ്യോതി പ്രഗ്നൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ആ വീട്ടിലെ ഒരു ഏക അത്താണി എന്ന് പറയുന്ന ഗണേശായിരുന്നു. സോ അതെല്ലാം നഷ്ടപ്പെട്ടു. കണ്ണപ്പയായാലും ഗണേഷിൻ്റെ അച്ഛനായാലും അതുപോലെ തന്നെ ജ്യോതിയുടെ അമ്മയും എല്ലാവരും, സന്ധ്യയും ജ്യോതിഷിൻ്റെ കൂട്ടുകാരും എല്ലാവരും ഭയങ്കര ദുഃഖത്തിലാണ്.
അടുത്ത ദിവസം ജ്യോതിഷ് ഗണേശിൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് പാൽക്കാരൻ വന്നിട്ട് പാലിന് പാത്രം കൊണ്ടുവരാൻ പറയുന്നത്. പാത്രവുമായി ശില്പ പറയുന്നുണ്ട് ഈ മാസത്തെ 1000 രൂപ തന്നിട്ടില്ല എന്ന്. ഇത് കേട്ട് ജ്യോതി ഇറങ്ങി വന്നിട്ട് 1000 രൂപ കൊടുത്തിട്ട് പറയുന്നു ഇനി നാളെ മുതൽ ഇവിടെ പാല് വേണ്ട എന്ന്. സോ ഗണേശിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ജ്യോതിഷിന് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവിടെ മൂടിയിട്ടിരിക്കുന്ന ആ ഓട്ടോയെ പറ്റി. അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ മൂടിയെല്ലാം മാറ്റിയിട്ട് ആ ഓട്ടോ വൃത്തിയായി കഴുകി അടുത്ത ദിവസം തൊട്ട് അതിൽ ഓട്ടം പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ജ്യോതിഷിൻ്റെ അമ്മയും പെങ്ങളും ഇതെല്ലാം മാറിയെന്ന് കാണുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് പെങ്ങളുടെ കുടുംബത്തിനും തൻ്റെ കുടുംബത്തിനും വേണ്ടി ജ്യോതിഷ് ഗണേശിൻ്റെ ഓട്ടോ ഓടിച്ച് കാശ് സമ്പാദിക്കാനായി തുടങ്ങുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജ്യോതിഷിന് ചില കാസ്റ്റിംഗ് കോൾസിൻ്റെ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി വേറൊരു റൂട്ടിലേക്ക് പോകാൻ അവൻ തയ്യാറായിരുന്നില്ല. ഒരു ദിവസം ഓട്ടത്തിന് പോയിട്ട് തിരികെ വരുന്ന വഴിക്കാണ് അന്ന് ഓഡീഷന് പോയപ്പോൾ പരിചയപ്പെട്ട ആ സംവിധായകനെ കാണുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞങ്ങൾ പുതിയൊരു ഓഡീഷൻ തുടങ്ങുന്നുണ്ട്. അപ്പം ജ്യോതിഷ് ചോദിക്കും പുതിയ ഫിലിമിൻ്റെ ആണോന്ന്. പറയുമല്ല, ആ പ്രൊഡ്യൂസറുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സെയിം സിനിമ തന്നെ പുതിയൊരു ടെക് ക്രൂവുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം ജ്യോതിഷിൻ്റെ അടുത്ത് പറയുകയാണ്. പക്ഷേ ജ്യോതിഷ് പറയുന്നു ഞാൻ വരില്ല സാർ, ഞാനിപ്പം ഇതുപോലെ ഓട്ടോയൊക്കെ ഓടിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഡയറക്ടറിൻ്റെ അടുത്ത് പറയുന്നെങ്കിലും ഡയറക്ടർ ശ്രമിക്കാൻ വേണ്ടി പറയുകയാണ്. അടുത്ത ദിവസം ജ്യോതിയും കൊണ്ട് നമ്മുടെ ഡോക്ടറിനെ കാണാൻ ചെന്നിരിക്കുമ്പോൾ ജ്യോതിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇഷ്ടത്തിലായെന്ന്. അപ്പോൾ ജ്യോതിഷിൻ്റെ അടുത്ത് ജ്യോതി പറയും നീ അന്ന് ആദ്യത്തെ പ്രണയനൈരാശ്യം വന്ന സമയത്ത് എലിവിഷം മേടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അപ്പോൾ ആ ടൈമിൽ ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്ന ഗണേശല്ലേ, അങ്ങനെയാണ് ഞങ്ങൾ ഇഷ്ടത്തിലായെന്ന് പറയുകയാണ്. അപ്പോൾ ജ്യോതിഷ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോടെങ്കിലും ഈ കാര്യം പറയാറുന്നില്ലേന്ന്. അപ്പോൾ ഗണേശ് എന്നോട് ഒത്തിരി തവണ പറഞ്ഞാണ് പറയാമെന്ന്, പക്ഷേ ഞാനാണ് വേണ്ടാന്ന് പറഞ്ഞത്, എനിക്ക് ആ സമയത്ത് അങ്ങനെയാണ് തോന്നിയത്. അതുമാത്രമല്ല ഗണേശിനെ കല്യാണം കഴിച്ചതിൽ ഒരു തെറ്റും എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥ അവനുണ്ടായപ്പോൾ ഞാൻ അവനോട് പോയില്ലായിരുന്നെങ്കിലായിരുന്നു ഞാൻ ഇതിൽ കൂടുതൽ വിഷമിച്ചേനെ. ഞാനായി എടുത്ത തീരുമാനങ്ങളായതുകൊണ്ട് എനിക്ക് ഒന്നിനെയും പറ്റിയും ഒരു പശ്ചാത്താപവും ഇല്ല എന്ന് പറയുന്നു. സോ സ്വന്തമായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അതിൽ പശ്ചാത്തപിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് അടുത്ത ദിവസം തന്നെ ജ്യോതിഷ് ആ ഓഡീഷൻ്റെ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പം അന്ന് കണ്ട അതേ ആ ഫ്രണ്ട് അവിടെയും വന്നിട്ടുണ്ട്. അവരും ഒരു ഓഡീഷൻ കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഷൈനും ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ ചോദിക്കുന്നുണ്ട് നീ എല്ലാ തവണയും വരും എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നത് നിൻ്റെ ഒരു ട്രെൻഡാണോ എന്ന്. ആ സമയത്ത് ഷൈനും അവിടെ ഉണ്ടായിരുന്നു. ഷൈന് ആ ഒരു ക്യാരക്ടറിലേക്ക് അവസരം ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്ത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് ചേട്ടാ അടുത്ത തവണ നോക്കാം, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന്. ആ ടൈമിലാണ് ജ്യോതിഷ് ആക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഷൈൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജ്യോതിഷിനെ അവിടെ അടിച്ച് ചവിട്ടി ഇടുകയാണ്. കൂടാതെ ആ പിള്ളേരെയും ഇയാൾ അടിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഈ വാർത്ത ന്യൂസിൽ വരുന്നുണ്ട്. ജ്യോതിഷ് അങ്ങനെ കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ആശയും കണ്ണപ്പയാണ് അവൻ്റെ കൂടെ ഉള്ളത്. ആ സമയത്ത് സന്ധ്യ അവനെ കാണാൻ വരികയാണ്. ആ ടൈമിൽ ആശയ്ക്കും കണ്ണപ്പയ്ക്കും ഉറപ്പാവുന്നുണ്ട് ഇവർ തമ്മിൽ ഇഷ്ടമുള്ള കാര്യം. ആ സിനിമയുടെ ക്രൂവിലെ ആളുകൾക്കും പരുക്ക് പറ്റിയിരുന്നു. അവരും അവിടെ തന്നെയാണ് അഡ്മിറ്റ് ആയത്. സോ ഡിസ്ചാർജായി പോകാൻ നേരം പറയുന്നുണ്ട് എടാ ഇനി അടുത്ത പ്രോജക്റ്റിന് നോക്കാം, നീ നിൻ്റെ ആരോഗ്യമെല്ലാം നോക്ക്, എല്ലാം നേരെയായിട്ട് നമുക്കിനി അടുത്തൊരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഓഡീഷൻ നോക്കാമെന്ന്. സോ ഈ ചാൻസ് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ജ്യോതിഷ് അവരുടെ അടുത്ത് പറയുന്നു നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു ഓഡീഷൻ നോക്കിയാലോ എന്ന്. സോ അവർ പറയുന്നുണ്ട് നിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ വീക്കാണെങ്കിൽ ഞങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് നിന്നെ സെലക്ട് ചെയ്യില്ല എന്നൊരു വാണിംഗ് കൊടുത്തതിന് ശേഷം ജ്യോതിഷിന് ആ ഒരു കഥാസന്ദർഭം പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ജ്യോതിഷ് നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആശയ്ക്കും പ്രത്യേകിച്ച് ഒരു എതിർപ്പും അതിനോടുണ്ടായിരുന്നില്ല. അവൻ്റെ ആ കഴിവ് അവർ നേരിട്ട് കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നടക്കല്ലേ എന്ന് മനസ്സിൽ വിചാരിച്ചോ, അതുകൊണ്ട് എന്തായാലും ഒരു ഘട്ടം വരുമ്പോൾ ഇതെല്ലാം നടക്കുമെന്ന് ആശ അവനൊരു ഉപദേശവും കൊടുക്കുന്നു. ഈ ടൈമിൽ ഇനി ഇവനെ ആരെങ്കിലും അടിക്കാൻ വന്നാണെന്ന് വിചാരിച്ച് ജ്യോതിഷിൻ്റെ ഫ്രണ്ട്സും അവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം ജ്യോതിഷിൻ്റെ അഭിനയം കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ആ ഡയറക്ടർ ജ്യോതിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തായാലും ഫൈനൽ റൗണ്ടിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ സന്ധ്യ തൻ്റെ ക്യാമറയും അതിൽ ഫോണും ഒക്കെ ഉപയോഗിച്ച് ജ്യോതിഷിൻ്റെ ഓരോ വീഡിയോസ് പകർത്തുന്നുണ്ട്. അവന് ഈ ഒരു ക്യാമറയോടുള്ള പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് കാണിക്കുന്നത് ശരിക്കുള്ള ക്യാമറയുടെ മുന്നിൽ നമ്മുടെ ജ്യോതിഷ് അഭിനയിക്കുന്നതാണ്. ആ ടൈമിൽ അവൻ നേരിട്ടുള്ള ആ ഒരു റിജക്ഷനും കോൺഫിഡൻസ് ഇല്ലായ്മയും അവൻ്റെ മനസ്സിലെ വിഷമങ്ങളും എല്ലാം അവൻ്റെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. ഈ ടൈമിൽ അന്ന് എന്താണ് ജ്യോതിഷ് സന്ധ്യയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് കാണിക്കുകയാണ്. ഞാൻ എന്തായാലും നല്ലൊരു സിനിമാ നടനാകുമെന്നാണ് പറയുന്നത്. ആ ടൈമിൽ സന്ധ്യയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇതൊക്കെ തൊഴിലില്ലാത്ത എല്ലാ ആളുകളും പറയുന്നതാണ്. അപ്പോൾ ജ്യോതിഷ് പറയുന്നു ഞാൻ ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടാണ് ഒരാളുടെ അടുത്ത് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ അതായി തീരും എന്ന് വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ സന്ധ്യയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ കാണിക്കുന്നത് ഒരു തിയേറ്ററിൻ്റെ മുന്നിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ജ്യോതിഷിനെയാണ്. ആ ടൈമിൽ സന്ധ്യ വന്ന് അവനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അന്ന് അവൻ്റെ പടം റിലീസ് ചെയ്യുന്ന ദിവസമായിരുന്നു.
തൻ്റെ ഫ്രണ്ട്സും അമ്മയും അച്ഛനും വീട്ടുകാരും സന്ധ്യയും എല്ലാം അഭിമാനത്തോടെ അവൻ്റെ സിനിമയിരുന്ന് കാണുന്നത് കണ്ടിട്ട് അവൻ വളരെ ഹാപ്പി ആവുകയാണ്. അങ്ങനെ ഒരു നല്ല ടേലൻറ്റ് കാണിച്ചുകൊണ്ട് ഈ സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ എന്തിനെങ്കിലും പേടിച്ചിരുന്നാൽ ആ പേടി കൊണ്ട് ജീവിക്കാം എന്നല്ലാതെ നമുക്കൊരു ഉയർച്ചയും ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിലെ ആ പേടിയെ കളഞ്ഞ് അത് കോൺഫിഡൻസ് ആക്കി എടുക്കുന്നിടത്താണ് നമുക്ക് വിജയം എന്ന് കാണിച്ചു തരികയാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ എൻ്റെ അവതരണങ്ങളിൽ എന്തെങ്കിലും പിഴയോ അതുപോലെ കുറ്റമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. അതല്ല പോസിറ്റീവായിട്ടുള്ളതാണെങ്കിൽ അതും രേഖപ്പെടുത്താം. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സോ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.